ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഓക്കെ, ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് കറണ്ട് സിറ്റുവേഷൻ ആൻഡ് ട്രൂ ഇൻറ്റൻഷൻ ഓഫ് യുവർ പേഴ്സൺ എന്നുള്ളതാണ്. നിങ്ങളുടെ പേഴ്സൻ്റെ ഇപ്പോഴത്തെ ഒരു സാഹചര്യം എന്താണ്, അവരുടെ ആ ഒരു ഇൻറ്റൻഷൻ, ഫീലിങ്സ് ഒക്കെ എന്തൊക്കെയാണ് എന്നുള്ളതിൻ്റെ ഒരു റീഡിംഗ് ആണ് ചെയ്യാൻ പോകുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ ജെൻഡർലെസ് ആണ്, ടൈംലെസ് ആണ്. ഈ വീഡിയോ നിങ്ങൾ എപ്പോൾ കാണുന്നോ ആ ഒരു ടൈമിൽ വാലിഡ് ആയിരിക്കുന്നതാണ്. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാ പേർക്കും ഒരുപോലെ റെസനേറ്റ് ആവുന്നില്ല. നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആവുന്നുണ്ടെങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുത്താൽ മതി, അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക. ഓക്കെ, നിങ്ങൾ ഡീപ്പായിട്ടൊന്ന് മെഡിറ്റേറ്റ് ചെയ്യുക, കോൺസെൻട്രേറ്റ് ചെയ്യുക, പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. എന്നതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക. നമുക്ക് നോക്കാം ഈ വ്യക്തിയുടെ ഇപ്പോഴത്തെ ഒരു സാഹചര്യം എന്താണ്, അവരുടെ ഇൻറ്റൻഷൻ എന്താണ്, കറണ്ട് സിറ്റുവേഷൻ ആൻഡ് ദെയർ ട്രൂ ഇൻറ്റൻഷൻ ഫോർ യു. വ്യക്തിയുടെ ഇപ്പോഴത്തെ ഒരു സാഹചര്യം എന്താണ്, അവർക്ക് നിങ്ങളോടുള്ള ഒരു ഇൻറ്റൻഷൻ എന്താണ്, ഈ റിലേഷൻഷിപ്പിനോടുള്ള ഇൻറ്റൻഷൻ എന്താണ്, അവരുടെ സാഹചര്യം കൊണ്ട് നമുക്ക് അവരുടെ ഇൻറ്റൻഷൻ എന്താണെന്ന് കൂടി മനസ്സിലാക്കാം. ഏഞ്ചൽസ്, ട്രൂ ഇൻറ്റൻഷൻ ആൻഡ് കറണ്ട് സിറ്റുവേഷൻ ഓഫ് യുവർ പേഴ്സൺ. ട്രൂ ഇൻറ്റൻഷൻ ആൻഡ് കറണ്ട് സിറ്റുവേഷൻ ഓഫ് യുവർ പേഴ്സൺ. ട്രൂ ഇൻറ്റൻഷൻ ആൻഡ് കറണ്ട് സിറ്റുവേഷൻ. ഓക്കെ, 10 ഓഫ് കപ്സ് ആണ് മാസ്റ്റർ കാർഡായിട്ട് വന്നിട്ടുള്ളത്. നമ്മുടെ 2 ചോദ്യങ്ങൾക്കുമുള്ള ക്ലിയർ കട്ടായിട്ടുള്ള റിസൾട്ടാണ് ഈ സ്പ്രെഡിൽ വന്നിട്ടുള്ളത്. അതായത് മാസ്റ്റർ കാർഡ് വ്യക്തമാക്കുന്നു ഈ വ്യക്തി നിങ്ങളുമായിട്ട് ഒരു റീയൂണിയന് വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നു എന്നുള്ളത്. ദാറ്റ് മീൻസ് ഡെഫിനറ്റ്ലി ഈ ഒരു സമയത്ത് നിങ്ങളും ഈ പേഴ്സണുമായിട്ട് ഒരു ഡിസ്റ്റൻസിലാണ്, അല്ലെങ്കിൽ ഒരു നോ കോണ്ടാക്റ്റിലാണെന്ന് പറയാൻ കഴിയുന്നുണ്ട്. അവരുടെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് അവർക്ക് എക്സ്പ്രസ് ചെയ്യാൻ കഴിയുന്നില്ല, അവരുടെ ഫീലിങ്സ് അവർക്ക് എക്സ്പ്രസ് ചെയ്യാൻ കഴിയാത്ത രീതിയിൽ അവർ അത്രത്തോളം ഒരു ഡീപ്പായിട്ടുള്ള തന്നെ നെഗറ്റീവായിട്ടുള്ള സാഹചര്യത്തിലാണ്. അവർക്ക് എന്താണ്, രാത്രി കാലങ്ങളിൽ ഒന്നും ഉറങ്ങാൻ കഴിയുന്നില്ല, നന്നായിട്ട് ഭക്ഷണം കഴിക്കാൻ കഴിയുന്നില്ല, അവർക്ക് അവരുടെ ഒരു കാര്യങ്ങളിലും ഫോക്കസ് ചെയ്യാൻ കഴിയുന്നില്ല. അത്രത്തോളം ഒരു സങ്കടം അവരിൽ നിറഞ്ഞു നിൽക്കുന്നു എന്നുള്ളതാണ് അവരുടെ സിറ്റുവേഷനായിട്ട് കാണുന്നത്. അതുപോലെ തന്നെ ഈ ഒരു സാഹചര്യത്തിൽ അവർ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നു, ഒരുപാട് ലൈഫ് ലെസൺസ് മനസ്സിലാക്കിയിരിക്കുന്നു എന്നുള്ളതാണ്. അവർ നിങ്ങളുമായിട്ട് റിലേഷൻഷിപ്പിലായിരുന്ന സമയത്ത് മറ്റ് പല കാര്യങ്ങൾക്കും കൂടുതലായിട്ട് പ്രയോറിറ്റി കൊടുത്തിരുന്നു. അതായത് നിങ്ങളുടെ റിലേഷൻഷിപ്പ് അവിടെ നിൽക്കട്ടെ, നിങ്ങളുടെ പ്രണയം അവരിങ്ങനെ മറ്റ് ഓപ്ഷനായിട്ട് കണ്ടതിന് ശേഷം അവർ മറ്റ് ചില കാര്യങ്ങളിലേക്ക് കൂടുതൽ ഫോക്കസ്ഡ് ആയി എന്ന് തന്നെയാണ് കാണാൻ കഴിയുന്നത്. ആ സമയത്ത് ചിലപ്പോൾ അവർ വളരെ കുറച്ച് പേർ കാണുന്നുണ്ടെങ്കിൽ അവർ മറ്റ് റിലേഷൻഷിപ്പിലേക്ക് പോയി എന്നുള്ളതും അല്ലെങ്കിൽ മറ്റ് സാഹചര്യങ്ങളിലേക്ക് പോയി എന്നുള്ളതുമാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. പക്ഷേ വാട്ട് എവർ മേ ബി ദ സിറ്റുവേഷൻ, ഈ വ്യക്തി ഈ ഒരു സമയം മുതൽ നിങ്ങളുടെ കാര്യങ്ങൾക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. അത്രത്തോളം അവർക്ക് ചില കാര്യങ്ങളിൽ നിന്ന് നെഗറ്റീവായിട്ടുള്ള എക്സ്പീരിയൻസസ് ഉണ്ടായിരിക്കുന്നു, അവരുടെ കർമ്മയുടെ ഫലം അവർ എക്സ്പീരിയൻസ് ചെയ്തിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. തന്നെ മറ്റ് ചില വ്യക്തികൾക്കാണെങ്കിൽ നിർബന്ധിതമായിട്ടുള്ള ചില സാഹചര്യങ്ങളാലേ അവർക്ക് മുന്നോട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ വലിയ രീതിയിൽ തടസ്സങ്ങൾ ഉണ്ടായിപ്പോയി എന്നുള്ളതാണ്. അവർ എത്ര ശ്രമിച്ചിട്ടും മുന്നോട്ട് നീങ്ങാൻ കഴിയാത്ത രീതിയിൽ അവരിങ്ങനെ സ്റ്റക്കായിരിക്കുന്നു എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത്. അവർക്ക് യാതൊരു പ്രതീക്ഷയും കൊടുക്കാത്ത രീതിയിൽ മറ്റ് ചില വ്യക്തികളാലോ സാഹചര്യങ്ങളാലോ അവരുടെ മുന്നോട്ടുള്ള പാത തടസ്സപ്പെട്ടിരിക്കുന്നു എന്നാണ് കാണാൻ കഴിയുന്നത്. ഓക്കെ, ഈ അവരുടെ ഇൻറ്റൻഷൻ എന്താണ്, അവരുടെ ഇപ്പോഴത്തെ യഥാർത്ഥമായിട്ടുള്ള ആ ഒരു ഉദ്ദേശം എന്താണെന്നുള്ളത്, അവരിപ്പോൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് അവരുടെ സന്തോഷം, അവരുടെ ജീവിതം, അവരുടെ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തിരുന്ന കുറേ മൊമെൻറ്റ്സ്, അതെല്ലാം നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന സമയങ്ങളിലായിരുന്നു. അത്തരം കാര്യങ്ങൾ, അത്തരം സിറ്റുവേഷൻസ് അവരുടെ ലൈഫിൽ തിരിച്ചു കൊണ്ടുവരണം, ആ സന്തോഷം അവരിൽ തിരിച്ചു കൊണ്ടുവരണം എന്നുള്ള ഡീപ്പായിട്ടുള്ള ഒരു ഡിസയർ അവരുടെ ഉള്ളിലുണ്ട് എന്ന് തന്നെയാണ് കാണാൻ കഴിയുന്നത്. അവർ ആ ഒരു കാര്യം തന്നെ ഇങ്ങനെ മനസ്സിൽ ഓർത്തെടുത്ത് സന്തോഷിച്ചിരിക്കുന്നു. ഇപ്പോൾ കറണ്ട് സിറ്റുവേഷനിൽ അവർ നിങ്ങളുടെ എനർജി അവർക്ക് ഫീൽ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ
അല്ലെങ്കിൽ നിങ്ങളുടെ സാന്നിധ്യം അവർക്ക് ഉണ്ടാവുന്നില്ല, അതായത് നോ കോണ്ടാക്റ്റിലോ അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ കഴിയാത്ത സാഹചര്യത്തിലോ ആണെങ്കിൽ കൂടിയും അവരെന്താണ് ആ ഒരു കാര്യം ഓർത്തുകൊണ്ട് സന്തോഷിക്കുകയാണ്. നിങ്ങളുമായിട്ട് ഒന്നിച്ച് ചേരുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെ അവരിങ്ങനെ കഴിഞ്ഞു പോകുന്നതായിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവർക്ക് ഭയങ്കരമായിട്ട് നിങ്ങളോട് ഫിസിക്കൽ അട്രാക്ഷൻ ഉണ്ടാവുകയാണ്. ഓക്കെ, നിങ്ങളുടെ സാമീപ്യം അത്രത്തോളം അവരാഗ്രഹിക്കുന്നു. മീൻസ് അവർ നിങ്ങളെ അവരുടെ അടുത്ത് കൊണ്ടുവരാൻ അത്രയും ആഗ്രഹിക്കുകയാണ്. ഓക്കെ, ഒരു ന്യൂ ബിഗിനിങ് ഇവിടെ കാണുന്നുണ്ട്. അതായത് അവരുടെ ഇൻറ്റൻഷനാണത്. അതായത് എന്ത് കാര്യങ്ങൾ ഇൻവെസ്റ്റ് ചെയ്താലും, എന്ത് കാര്യങ്ങൾ അവർക്ക് ത്യജിക്കേണ്ടി വന്നാലും നിങ്ങളെ തിരിച്ചു കൊണ്ടുവരണം, ഈ റിലേഷൻഷിപ്പ് തിരിച്ചു കൊണ്ടുവരണം എന്നുള്ള ഒരു ചിന്ത, ഒരു റീസ്റ്റാർട്ട്, ഒരു റീയൂണിയൻ അവർ ഏറ്റവും കൂടുതൽ എക്സ്പെക്റ്റ് ചെയ്യുന്നു, ആഗ്രഹിക്കുന്നു എന്നൊക്കെ പറയാം. അതുപോലെ തന്നെ വൺസ് ഈ ഒരു റിലേഷൻഷിപ്പ് തിരികെ അവരുടെ ലൈഫിൽ വന്നു കഴിഞ്ഞാൽ ഒരിക്കലും ഇനി അവർ ഒന്നിനു വേണ്ടിയിട്ടും നിങ്ങളെ ഈ റിലേഷൻഷിപ്പിനെ നഷ്ടപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല. ഇൻഫിനിറ്റ് ആയിട്ടുള്ള റിലേഷൻഷിപ്പായിട്ട് തുടർന്നു കൊണ്ടുപോകാൻ, അല്ലെങ്കിൽ നിങ്ങളെ അവരുടെ ലൈഫ് പാർട്ട്ണറായിട്ട് കാണാനും അങ്ങനെ നിങ്ങളെ കൊണ്ടുവരാനും ഒക്കെ അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, അത്രയും ഡീപ്പായിട്ടുള്ള ഇൻറ്റൻഷൻസ് ആണ് ഇവരുടെ മനസ്സിലുള്ളത്. മാസ്റ്റർ കാർഡിലും നമുക്ക് 10 ഓഫ് കപ്സ് ആണ് വന്നിരിക്കുന്നത്. മീൻസ് അവർ നിങ്ങളുമായിട്ട് ഒന്നിച്ചു ചേർന്നുള്ള സന്തോഷകരമായിട്ടുള്ള ജീവിതം തന്നെയാണ് ആഗ്രഹിക്കുന്നത്. ഓക്കെ, ഈ ഒരു റീഡിങ്ങിൽ നമുക്ക് എന്ത് ഒരു ക്ലാരിറ്റിയാണ് ലഭിക്കാൻ പോകുന്നത് കൂടി നോക്കാം. ക്ലാരിഫിക്കേഷൻ ഫോർ ദിസ് സ്പ്രെഡ്, ഈ ഒരു സ്പ്രെഡിനായിട്ടുള്ള ക്ലാരിഫിക്കേഷൻ എന്താണ്? ക്ലാരിഫിക്കേഷൻ ഫോർ ദിസ് കറണ്ട് സിറ്റുവേഷൻ ആൻഡ് ഇൻറ്റൻഷൻ. ക്ലാരിഫിക്കേഷൻ. ഓക്കെ, നമുക്ക് നോക്കാം. യെസ്, അവർ തയ്യാറായിട്ടിരിക്കുന്നതാണ്. അതെ, എന്ത് സാഹചര്യത്തെയും നേരിടാൻ തയ്യാറായിട്ട് തന്നെ അവർ മുന്നോട്ടൊരു ആക്ഷൻ എടുക്കുന്നു, ഒരു ഡിസിഷൻ എടുക്കുന്നു. നിങ്ങൾ അവരെ വിട്ടു പോകുന്നു അല്ലെങ്കിൽ നിങ്ങളെ അവർക്ക് നഷ്ടപ്പെട്ടു പോകുന്നു എന്നുള്ളൊരു ചിന്ത അവരിൽ ശക്തമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവർ നിങ്ങളെ സ്പിരിച്വലി നിങ്ങളുമായിട്ട് കണക്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. നിങ്ങൾ ഒരിക്കലും വിട്ടു പോകരുതേ എന്നവർ മനസ്സുകൊണ്ട് റിപ്പീറ്റായിട്ട് പറയുകയാണ്. ഓക്കെ, ആ ഒരു എനർജിയാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. അത്രയും ശക്തമായിട്ട് അവർ നിങ്ങളെ അവരുടെ ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യാണ്. അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ തയ്യാറെടുപ്പുകളിലുമാണ് ആ വ്യക്തി ഉള്ളത്. ആൻഡ് യെസ്, ഡെഫിനറ്റ്ലി നിങ്ങൾക്കിടയിലുള്ള ഈ ഒരു ബന്ധം തകർന്നത് തേർഡ് പാർട്ടി സിറ്റുവേഷൻ കൊണ്ടാണെന്നുണ്ടെങ്കിൽ ആ സാഹചര്യത്തിൽ നിന്ന് തന്നെ പുറത്ത് കിടക്കാൻ ഈ വ്യക്തി ശ്രമിക്കുന്നുണ്ട്. ഇത്രയും നാളും അവർക്ക് അത് ഭയങ്കരമായിട്ടുള്ള സ്ട്രഗിൾസ് ആണ് കൊടുത്തിരുന്നത്. ആ സിറ്റുവേഷനിൽ നിന്ന് പുറത്ത് കിടക്കാനായിട്ട് ഭയങ്കരമായിട്ട് അവർക്ക് പ്രശ്നങ്ങളുണ്ട്. മേ ബി അവർക്ക് ഒഴിവാക്കാൻ കഴിയാത്ത ചില വ്യക്തികളായിരിക്കാം, ചില ബന്ധങ്ങളായിരിക്കാം, അവരുടെ പേരൻസ് ആയിരിക്കാം. എസ്പെഷ്യലി മദർ ഫിഗറാണ് ഇവിടെ കാണുന്നത്. ഒരു ലേഡി ഈ വ്യക്തിയെ നിങ്ങളിൽ നിന്നും അകറ്റാൻ ശ്രമിക്കുന്നുണ്ട്. അത് അവരുടെ ഫ്രണ്ട്സോ കൊളീഗ്സോ പാരൻസോ ആരുമാകാം. ഓക്കെ, അങ്ങനെ ഒരു എനർജി ഇവിടെ ഉണ്ട്. അത് സ്ട്രോങ് ആണ് അവർക്ക്. പക്ഷേ നിങ്ങൾ ഒരിക്കലും ഈ വ്യക്തിയെ നഷ്ടപ്പെട്ടു എന്ന് ചിന്തിക്കേണ്ട. നിങ്ങളും ഒരുപാട് ഡിപ്രസ്ഡ് ആകുന്നുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ. അതായത് നിങ്ങൾക്കും എല്ലാ പ്രതീക്ഷയും അവസാനിച്ചു. ഇനി റിലേഷൻഷിപ്പിൽ ഒരു റീയൂണിയൻ ഉണ്ടാകില്ല എന്നൊക്കെ എല്ലാ രീതിയിലും ഡിപ്രസ്ഡായി ചിന്തിക്കുന്ന വ്യക്തികളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൽ വലിയ രീതിയിൽ മാറ്റങ്ങൾ സംഭവിക്കും. ഓക്കെ, ഇത് താൽക്കാലികമായിട്ടുള്ളൊരു സെപ്പറേഷൻ തന്നെയാണ്. പല കാര്യങ്ങളും നിങ്ങളുടെ പേഴ്സൺ മനസ്സിലാക്കേണ്ടതുണ്ടായിരുന്നു. റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്ന സമയത്ത് നിങ്ങളുടെ വാല്യൂ എന്താണ്, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രണയം അവരുടെ ജീവിതത്തെ എത്രത്തോളം ആയിട്ട് പോസിറ്റീവായിട്ട് വരാനായിട്ട് സഹായിച്ചിരുന്നു എന്നൊക്കെ ഈ വ്യക്തി മനസ്സിലാക്കേണ്ടതായിരുന്നു. ഓക്കെ, അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു സെപ്പറേഷൻ അല്ലെങ്കിൽ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ നിങ്ങൾക്കിടയിൽ ഉണ്ടായത് എന്ന് മാത്രം നിങ്ങൾ മനസ്സിലാക്കുക. ഈ സാഹചര്യവും തീർച്ചയായും നിങ്ങളിൽ നിന്ന് കടന്നു പോകും എന്ന് മാത്രം നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, തീർച്ചയായിട്ടും നിങ്ങൾ യൂണിവേഴ്സിൽ ട്രസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ നിമിഷം മുതൽ നിങ്ങളുടെ എല്ലാ വിഷമങ്ങളും നിങ്ങൾ യൂണിവേഴ്സിൽ കൊടുക്കാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിൽ തിരിച്ചു വരുമെന്ന് വിശ്വസിക്കുക. ഓക്കെ, ഒരു സിറ്റുവേഷനിൽ നിങ്ങളുടെ പേഴ്സൺ എന്ത് മെസ്സേജാണ് തരുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് കിട്ടുന്ന യൂണിവേഴ്സൽ ഗൈഡൻസ് എന്താണ്? എന്തായാലും നിങ്ങൾ ഇപ്പോൾ അറിയേണ്ടതായിട്ടുള്ള മെസ്സേജസ് ആണ്. മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ or guidance from universe. Okay,
യെസ്, മേ ബി അവർ നിങ്ങളെ ഉപേക്ഷിച്ച് നേടിയ കാര്യങ്ങളെല്ലാം അവരിൽ നിന്ന് നഷ്ടമായി പോകുന്നു എന്നവർ തിരിച്ചറിയുന്നുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ പോലും പല കാര്യങ്ങളും നഷ്ടപ്പെടുത്തിക്കൊണ്ടും അവർ നിങ്ങളെ നേടിയെടുക്കണം എന്ന് ഉള്ള ചിന്തയിലാണെന്നാണ് പറയുന്നത്. യെസ്, വീണ്ടും ആ ഒരു എനർജി തന്നെയാണ് മെസ്സേജായിട്ട് വന്നിരിക്കുന്നത്. അവർക്ക് അവരുടെ ജീവിതത്തിൽ ഒരു കാര്യങ്ങളിലും ശ്രദ്ധിക്കാൻ കഴിയുന്നില്ല. നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നു, നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു കോളിന്, നിങ്ങളുടെ ഒരു മെസ്സേജിന്, അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് നോർമലായി എന്നൊക്കെ അവരിങ്ങനെ ചിന്തിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവർ ആ ഒരു കാര്യം മാത്രം പ്രാർത്ഥിച്ചിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഒരു റീയൂണിയൻ അല്ലെങ്കിൽ ഒരു റീബർത്ത് ഉണ്ടാകണം ഈ റിലേഷൻഷിപ്പിൽ എന്നവർ വളരെ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പോൾ അവർ ഈ ഒരു പ്രണയത്തിനാണ് മുൻഗണന കൊടുക്കുന്നത്. മറ്റ് ചില കാര്യങ്ങൾക്ക് ഇവർ ഇതിനു മുമ്പ് ഒരു കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്ന വ്യക്തിയായിരുന്നു. പക്ഷേ ഇപ്പോൾ അവർ ആഗ്രഹിക്കുന്നത് എന്തിനേക്കാളും വാല്യൂ എന്ന് പറയുന്നത് ഈ റിലേഷൻഷിപ്പ് തന്നെയാണ്. അതുകൊണ്ട് അവർ അതിനെ തിരിച്ചു കൊണ്ടുവരാനുള്ള ശ്രമങ്ങളിലാണെന്നാണ് ഇവിടെ നമുക്ക് കിട്ടുന്നൊരു മെസ്സേജ്. ആൻഡ് യെസ്, നിങ്ങളുമായിട്ട് ഒന്നിച്ചു ചേർന്നുള്ള സന്തോഷകരമായിട്ടുള്ള നിമിഷങ്ങളെക്കുറിച്ച് അവർ സ്വപ്നങ്ങൾ കാണുന്നുണ്ട്. ആൻഡ് അവരുടെ മനസ്സിൽ ചില സമയങ്ങളിൽ ചില ഈഗോ പ്രോബ്ലംസ് വരുന്നുണ്ട്. അതുകൊണ്ടാണ് അവരായിട്ടൊരു ആക്ഷൻ എടുക്കാനായിട്ട് വൈകുന്നത്. എങ്കിൽ പോലും അവരിപ്പോൾ അതെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് നിങ്ങളിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നുണ്ട്. പലപ്പോഴും ചില കാര്യങ്ങളും ഈ റിലേഷൻഷിപ്പിൽ അവർ ഇൻവോൾവ് ചെയ്യിക്കാൻ ശ്രമിച്ചു, നിങ്ങളെ ഒരു ഓപ്ഷനായിട്ട് കണ്ടു. അതെല്ലാം അവർക്ക് കൂടുതൽ സ്ട്രഗിൾസ് കൊടുത്തു, ഒരുപാട് വേദനകൾ കൊടുത്തു. അങ്ങനെ രണ്ട് കാര്യങ്ങൾ ഒന്നിച്ച് കൊണ്ടുപോകാൻ അവർ ശ്രമിച്ചു എന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. എന്താണ് എന്നത് ഇവിടെ ക്ലിയർ ആവുന്നില്ല. മേ ബി നിങ്ങളുടെ റിലേഷൻഷിപ്പും അവരുടെ ലൈഫിലെ ചില സിറ്റുവേഷൻസും ആയിരിക്കാം. പക്ഷെ രണ്ട് കാര്യങ്ങളും അവർ ബാലൻസ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് അവർക്ക് ചിലപ്പോൾ അവർ നേടിയതും നഷ്ടപ്പെട്ടിട്ടുണ്ടാവാം, നിങ്ങളെയും നഷ്ടപ്പെട്ടിട്ടുണ്ടാവാം. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ആ വ്യക്തി ഇപ്പോൾ ഉള്ളതെന്നാണ് കാണാൻ കഴിയുന്നത്. പക്ഷെ എന്ത് തന്നെയായിരുന്നാലും വളരെ ശക്തമായിട്ട് തിരിച്ചു വരാൻ ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. അവർക്ക് മുന്നിലുള്ള തടസ്സങ്ങളെ തീർച്ചയായിട്ടും അവർ എതിർത്തുകൊണ്ട് അല്ലെങ്കിൽ അതിനോട് ഫൈറ്റ് ചെയ്തുകൊണ്ട് അവർ മുന്നോട്ട് വരുമെന്ന് മാത്രം ഈ ഒരു സമയം നിങ്ങൾ മനസ്സിലാക്കുക. തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട്, അങ്ങനെയുള്ള വ്യക്തികളാണെന്നുണ്ടെങ്കിൽ ആ ഒരു സാഹചര്യത്തിൽ നിന്ന് പുറത്ത് കിടക്കുന്ന ഒരു സമയം കൂടിയാണിത്. ആ ഒരു ഡിവൈൻ ടൈമാണിത്. അവർക്ക് ഓരോ ദിവസവും നിങ്ങളില്ലാതെ മുന്നോട്ട് പോകുന്നത് അത്രയും ബുദ്ധിമുട്ടാണ്, ശ്രമകരമാണെന്നാണ് പറയുന്നത്. ഒരു ദിവസം എൻഡ് ആവുന്നത് വരെയും അവർ അത്രയും മാനസിക സംഘർഷങ്ങളിലൂടെ കടന്നു പോകുന്നു എന്നാണ് വ്യക്തമാക്കുന്നത്. അവരുടെ സാഹചര്യങ്ങൾ എന്താണെന്ന് അവർക്ക് ആരോടും എക്സ്പ്രസ് ചെയ്യാൻ കഴിയുന്നില്ല. അത്രയും അവർ നെഗറ്റീവായിട്ട് അത് എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. ഓക്കെ, ആൻഡ് യെസ്, അവർ ചില സത്യങ്ങൾ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ചില കാര്യങ്ങൾ അവർ നിങ്ങളിൽ നിന്ന് മറച്ചു വെച്ചിട്ടുണ്ട്. അതെല്ലാം തന്നെ ഈ റിലേഷൻഷിപ്പിൽ പ്രോബ്ലംസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഉള്ള ഒരു കാരണമായിരിക്കുന്നുണ്ട്. അവർക്കിപ്പോൾ അതിലെല്ലാം തന്നെ റിഗ്രറ്റും ഉണ്ടാവുന്നുണ്ട്. ഇതൊക്കെയാണ് ഈ ഒരു സമയത്ത് നിങ്ങൾ അറിയേണ്ടതായിട്ടുള്ള ചില മെസ്സേജസ് ആയിട്ട് വന്നിരിക്കുന്നത്. ഇനി ഈ റിലേഷൻഷിപ്പുമായി കണക്ട് ചെയ്ത് വരുന്ന ക്ലൂസ് കൂടി നമുക്കൊന്ന് നോക്കാം. നിങ്ങൾ ഒന്ന് മെഡിറ്റേറ്റ് ചെയ്തിരിക്കുക. ക്ലൂസ് connecting to this relationship. Number 10, number 7, 17, number 3, 32, number 12, 20, 27, 17, 16, number 3, number 5, 35, 32, 41, number 1, 13, 49, 51, 22 and 30. ഈ നമ്പേഴ്സിനെല്ലാം എന്തെങ്കിലുമൊക്കെ കണക്ഷൻ ഈ റിലേഷൻഷിപ്പുമായിട്ടുണ്ടാവാം. ഫിനാൻഷ്യൽ ഇഷ്യൂസ് ഫേസ് ചെയ്യുന്ന വ്യക്തികളുണ്ട് ഈ ഒരു സമയത്ത്. ഈ വ്യക്തി ഒരു ലോയർ ആയിരിക്കാനുള്ള ചാൻസസ് ഉണ്ട്. ഗാർഡനിങ് കൂടുതലായിട്ട് ഇഷ്ടപ്പെടുന്നവരുണ്ട്. സ്വന്തമായിട്ട് ബിസിനസ്സോ കാര്യങ്ങളോ ചെയ്യുന്ന വ്യക്തികളുണ്ട്. കൂടുതലായിട്ടും ഈഗോയിസ്റ്റിക് ആയിട്ടുള്ളൊരു പേഴ്സണാണ് നിങ്ങൾ, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ. എപ്പോഴും സ്വന്തം തെറ്റുകളെ ന്യായീകരിക്കാൻ ശ്രമിക്കുന്ന ഒരു ക്യാരക്ടറും കാണുന്നുണ്ട്. ഒരു സമയത്ത് എന്തെങ്കിലും കൈൻഡ് ഓഫ് ഹെൽത്ത് ഇഷ്യൂസ് നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സൺ ഉണ്ടാവും.
എസ്പെഷ്യലി ഓൺ ദെയർ ഐസ്. നിങ്ങളുടെയോ നിങ്ങളുടെ പേഴ്സണെയോ കണ്ണുകൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ദീർഘദൂര യാത്രകൾ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവരായിരിക്കാം, അല്ലെങ്കിൽ ഇതൊരു ലോങ് ഡിസ്റ്റൻസിലുള്ള റിലേഷൻഷിപ്പ് ആയിരിക്കാം. ടീച്ചർ ആയിരിക്കാം, മെഡിക്കൽ ഫീൽഡിൽ ജോലി ചെയ്യുന്ന വ്യക്തികളുണ്ട്. പെറ്റ് ലവർ ആയിരിക്കാം, ബേർഡ്സിനെ കൂടുതലായിട്ട് ഇഷ്ടപ്പെടുന്ന വ്യക്തികളാണ്. വാഹനങ്ങളോട് പ്രത്യേക ക്രേസ് ഉള്ള വ്യക്തിയാണ്. ഓവർ തിങ്കിങ് ഹാബിറ്റ് ഉള്ള വ്യക്തികളുണ്ട്. മേ ബി അത് നിങ്ങൾക്കായിരിക്കാം, നിങ്ങളുടെ പേഴ്സണായിരിക്കാം. എപ്പോഴും ഒറ്റയ്ക്കിരിക്കാൻ ഇഷ്ടപ്പെടുന്നു. ഒറ്റയ്ക്കിരിക്കുന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ മനസ്സിൽ ചിന്തിച്ചു കൂട്ടി ഭയങ്കരമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നൊരു വ്യക്തിയാണ്. അതായത് നെഗറ്റീവ് തോട്ട്സ് ആണ് കൂടുതലും വന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ പേരിൽ ഒരുപാട് മാനസികമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട്. ഒരുപാട് സങ്കടം വന്ന് ഒരുപാട് ഡിപ്രഷനിലേക്ക് പോകുന്നുണ്ട്. അങ്ങനെയുള്ള വ്യക്തികളുണ്ട്. മനസ്സിനെ റിലാക്സ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഒത്തിരി പേർക്കും അങ്ങനൊരു എനർജിയാണ് വരുന്നത്. അതുകൊണ്ട് ഈ ഒരു സമയത്ത് നിങ്ങൾ മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുക. എസ്പെഷ്യലി ഓൺ ഏർലി മോർണിംഗ്സിൽ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഡീപ്പായിട്ടുള്ള മെഡിറ്റേഷൻസ് നിങ്ങളിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരും. ആ സമയത്ത് തന്നെ നിങ്ങളുടെ എല്ലാ സ്ട്രഗിൾസും നിങ്ങൾ യൂണിവേഴ്സിൽ സറണ്ടർ ചെയ്ത് കൊടുക്കുന്നു എന്ന് പറയാം. അപ്പോൾ തന്നെ നിങ്ങളുടെ ആ ഒരു ഏർലി മോർണിംഗിൽ നിങ്ങളിത് ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സ് ഒരുപാട് കാമാവും. അന്നത്തെ ദിവസം ഒരു ദിവസം നിങ്ങളിത് ട്രൈ ചെയ്യുമ്പോൾ തന്നെ അന്നത്തെ ദിവസം നിങ്ങൾക്ക് ആ ഒരു ചേഞ്ച് ഉണ്ടാകും. നിങ്ങൾക്ക് തീർച്ചയായിട്ടും അങ്ങനെ ഒരുപാട് പേരുടെ എനർജി വരുന്നുണ്ട്. അങ്ങനെ മനസ്സിന് അത്രയും സമ്മർദ്ദമുള്ള വ്യക്തികളാണ് എനിക്ക് കാണാൻ കഴിയുന്നത്. അവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഇതിപ്പോൾ റീഡിങ് കേട്ട് കഴിഞ്ഞ് നാളത്തെ ദിവസം തന്നെ നിങ്ങൾ ഇതൊന്ന് പ്രാക്ടീസ് ചെയ്യുക. നിങ്ങൾ ഏർലി മോർണിംഗിൽ എഴുന്നേൽക്കുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ ആ ഒരു ടൈമിൽ, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു 5:30 6 o'clock എഴുന്നേറ്റ് ആ ഒരു മെഡിറ്റേഷൻ നിങ്ങൾ ചെയ്തൊന്ന് പ്രാക്ടീസ് ചെയ്യുക. ഒരു 5 മിനിറ്റ് അതിനായിട്ട് മാറ്റി വയ്ക്കുക. നിങ്ങൾക്ക് അന്നത്തെ ദിവസം നിങ്ങളുടെ ലൈഫിൽ മാറ്റം വരുന്നത് കാണാം. ഡീപ്പായിട്ട് ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് എടുക്കുക. പോസിറ്റീവായിട്ടുള്ള 1-2 അഫർമേഷൻ പറയുക. എന്നിട്ട് കുറച്ച് നേരം നിങ്ങളങ്ങനെ ഒറ്റയ്ക്കിരിക്കാൻ ശ്രമിക്കുക. കുറച്ച് സമയം 5-10 മിനിറ്റ് നിങ്ങളങ്ങനെ മെഡിറ്റേറ്റ് ചെയ്തിരിക്കുക. നിങ്ങളുടെ ദിവസം വളരെയധികം മനോഹരമാവുന്നത് കാണാം. അന്നത്തെ ദിവസം നിങ്ങൾ ആ ഒരു ചേഞ്ച് കാണുന്നുണ്ടെങ്കിൽ നിങ്ങളത് ലൈഫിൽ ഒരു പാർട്ടാക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ. അതുപോലെ എന്തെങ്കിലും നിങ്ങൾക്ക് ഇൻഫർമേഷൻ അറിയേണ്ടതായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മെസ്സേജ് ചെയ്യുക. നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. അങ്ങനെയുള്ള വ്യക്തികളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കായിട്ടുള്ള അഫർമേഷൻസ് ഞാൻ പറയാനായിട്ട് ശ്രമിക്കാം. ഓക്കെ. ജനുവരി മന്ത്, ഫെബ്രുവരി, ഏപ്രിൽ, മെയ് ആൻഡ് ഡിസംബർ ഈ മാസങ്ങൾക്ക് ഇമ്പോർട്ടൻസ് ഉണ്ട്. ലെറ്റർ എ, ലെറ്റർ ആർ, ലെറ്റർ ഇ, ലെറ്റർ എസ്, ലെറ്റർ എൽ, letter G, letter T, letter H, letter A, letter N, letter C, letter R, letter I, letter K, letter M and letter Z. ഈ ലെറ്റേഴ്സിനെല്ലാം ഇമ്പോർട്ടൻസ് കാണുന്നുണ്ട്. ഈ വ്യക്തി ഒരു സിംഗർ ആയിരിക്കാം. മ്യൂസിക്കിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കാണുന്നുണ്ട്. മ്യൂസീഷ്യൻ ആയിരിക്കാം, ഫിലിം ഫീൽഡിൽ ജോലി ചെയ്യുന്നവരായിരിക്കാം, ആർട്ടിസ്റ്റ് ആയിരിക്കാം, ടെക്നീഷ്യൻസോ എൻജിനീയേഴ്സോ ആയിരിക്കാം. ഓക്കെ. അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് വന്നിരിക്കുന്ന ക്ലൂസ്. ഈ ഒരു ക്ലൂസുമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് എന്തെങ്കിലും കണക്ഷൻ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. റീഡിംഗ് റെസനേറ്റ് ആവുന്നുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക. റീഡിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ജനറൽ റീഡിംഗ് ആണ്, അതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ എന്ന് റെസനേറ്റ് ആവുന്നില്ല. നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണെങ്കിൽ അക്സെപ്റ്റ് ചെയ്യുക, അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക. റീഡിംഗ് ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക. ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിലൂടെ വീണ്ടും കാണാം. അതുവരെയും ബൈ ബൈ.